കുടുങ്ങിയ വനത്തിൽ കുടുങ്ങിയ രാജാവ് എന്ന ഐതിഹാസികമായ ചരിത്ര കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആരാണെന്നറിയണ്ടേ? ആ രാജാവ് അതാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. തന്നോടെ കീഴിലായി രാജാക്കൾ ഏഴുണ്ട്, താജതും ചെങ്കോലും തന്നിലറിവുണ്ട്. അവിവാഹിതനായി കഴിയും വഫന്തിയും താഴ്മയിൽ നാഥനിൽ ഏറ്റം ഇബാദത്തും. അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് രാജാക്കന്മാർ ഭരണം നടത്തി. മഹാനായ ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം അമവിയ, ഉമവിയ, അബ്ബാസിയ കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോൾ വിശാലമായ അറേബ്യൻ മണ്ണിൽ പ്രവിശാലമായ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രാജാക്കന്മാർ ഭരണം നടത്തുകയുണ്ടായി. അങ്ങനെ അറേബ്യയുടെ ഒരു ഭാഗം ഭരിച്ച ഒരു രാജാവാണ് മഹ്മൂദുൽ അൻഫദി അഥവാ മഹ്മൂദുൽ ഗഫന്തി. മഹാനവറുകൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? അത് അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല അല്ലാഹുവിനിക്ക് ഇബാദത്തെടുക്കുന്ന ആബിദായ ഒരു മനുഷ്യനാണ്, ഹാഫിദാണ്, ഖുർആൻ മുഴുവനും മനഃപ്പാടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രത്യേകത. എല്ലാ നേരത്തും അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു മഹ്മൂദുൽ ഗഫന്തി അഥവാ മഹ്മൂദുൽ അൻഫദി. അങ്ങനെ മഹ്മൂദുൽ ഗഫന്തി എന്ന് പറയുന്ന മഹാനവറുകൾ ഒരു ദിവസം രാത്രി രാജാവായ മഹ്മൂദുൽ ഗഫന്തി കിടന്നുറങ്ങുന്ന സമയത്താണ് അദ്ദേഹം ഭയാനകരമായ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. സ്വപ്നം കണ്ട മഹാരാജാവ് തൻ്റെ പ്രജകളുടെ എല്ലാം വിളിച്ചു വരുത്തി, മന്ത്രിമാരെയൊക്കെ വിളിച്ചു ചേർത്തി ഒരു കാര്യം അറിയിക്കുകയാണ് തൻ്റെ പ്രജകളെ. പിറ്റേ ദിവസം രാവിലെ പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു കാര്യം അറിയിക്കുകയാണ്. ഞാൻ വിശാലമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. സത്യത്തിൽ ഈ വിശാലമായ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ കണ്ണ് എത്താൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും എന്ന് ഓർമ്മയുള്ള ഒരു മനുഷ്യൻ, അത്രക്കും നിഷ്കളങ്കനായ മനുഷ്യനാണ് മഹ്മൂദുൽ ഗഫന്തി എന്ന് പറയുന്ന മഹാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ തീരുമാനം എടുക്കുകയാണെന്ന് തൻ്റെ പ്രജകളോട്, മന്ത്രിമാരോട് അദ്ദേഹം പറയുകയാണ്. ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം പല പല സ്റ്റേറ്റുകളാക്കി, പല ജില്ലകളാക്കി, ഇന്നത്തെ പോലെ ജില്ലകളാക്കി ഓരോ മന്ത്രിമാരെയും വിളിച്ച് ഓരോരുത്തർക്കും വിഹിതിച്ച് നൽകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹ്മൂദുൽ ഗഫന്തി എല്ലാവർക്കും 7 സ്റ്റേറ്റുകളാക്കി തിരിച്ചു നൽകിയെന്ന് മാത്രമല്ല, അദ്ദേഹം ആ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം പണിതുകൊണ്ട് അള്ളാഹുവിനിക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേലാധികാരം അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ 7 മന്ത്രിമാർ, 7 രാജാക്കന്മാരാക്കി അവരിങ്ങനെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിനൊരു വയസ്സായ ഒരു ഉമ്മയും അതുപോലെ തന്നെ കുറച്ച് പട്ടാളക്കാരുമായി അദ്ദേഹം ചെറിയ ഒരു കുടില് പോലെ ഒരു കൊട്ടാരുണ്ടാക്കിയിട്ട് അതിൽ ജീവിതം തള്ളി നീക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനിക്ക് ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടലാണ്. അതിനാണ് ഈ എല്ലാം ഒഴിച്ച് മറ്റുള്ള മന്ത്രിമാരെയൊക്കെ വിളിച്ച് വിഹിതം വെച്ച് കൊടുക്കാൻ കാരണം. അങ്ങനെ അദ്ദേഹം ആ നാട്ടുകാർക്ക് പോലും അറിയില്ല, മഹ്മൂദുൽ ഗഫന്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാത്ത ഒരാളെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും ആളുകളൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനാണ്. ഏതായാലും മഹാനായ മഹ്മൂദുൽ ഗഫന്തി മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യഭരണം നടത്തുന്ന ഒരു രാജാവിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന നമ്മൾ യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ